സർക്കാർ ഓഫീസുകളിലെ കത്തിടപാടുകളിൽ ബഹുമാന സൂചക പദം ഉപയോഗിക്കണമെന്ന് സർക്കുലർ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന നിവേദനങ്ങൾക്ക് നൽകുന്ന മറുപടി കത്തുകളിൽ ബഹുമാന പദം ഉപയോഗിക്കണമെന്നാണ് സർക്കുലർ. കത്തിടപാടുകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി തുടങ്ങിയവ രേഖപ്പെടുത്തണമെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പാണ് മാർഗനിർദ്ദേശം നൽകിയത്. വിശദാംശങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലി, ബഹുമാനം ചോദിച്ചു വാങ്ങുക, ബഹുമാനം ചോദിച്ചു വാങ്ങി ഉറപ്പുവരുത്തുക, സർക്കുലർ അത് തന്നെയാണല്ലേ? തീർച്ചയായും സുരേഷ്, അങ്ങനെ തന്നെയാണ്. അതായത് ലഭ്യമാകുന്നില്ല എന്നത് കണ്ടപ്പോഴാണോ ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിക്കൊണ്ട് അത് ചോദിച്ച് വാങ്ങുന്നത് എന്നുള്ള ഒരു ആശ്ചര്യം, ഒപ്പം തന്നെ ഒരു ആശങ്ക, അത് തന്നെയാണ് നമുക്ക് ഈ സർക്കുലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയാണെങ്കിൽ അതിൽ ബഹുമാനം കൂടുതലായി ചേർക്കണം. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്നൊക്കെ രേഖപ്പെടുത്തിയാൽ മാത്രമേ അതിൽ മറുപടി ലഭ്യമാവുകയുള്ളൂ എന്ന രീതിയിലുള്ളൊരു സർക്കുലറാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ മന്ത്രിമാർക്കും ഒക്കെ നിവേദനങ്ങൾ നൽകാനുണ്ട്. അതായത് ഈ റോഡ് നന്നാക്കി തരണം, ഒപ്പം തന്നെ ജല പദ്ധതികളൊക്കെ നൽകണം, അങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള പൊതുജനങ്ങളുടെ നിവേദനങ്ങളിലും അപേക്ഷകളിലും ഒക്കെയാണ്. അപേക്ഷ എന്നുള്ളത് അപേക്ഷിക്കുന്ന രീതിയിൽ തന്നെ, അതായത് ബഹുമാനം കൂടുതൽ ചേർത്തുകൊണ്ട്, ബഹുമാനപ്പെട്ട എന്നുള്ള വാക്ക് പദം ചേർത്തുകൊണ്ട് തന്നെ ആ കത്തുകൾ എത്തണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ സർക്കുലറിലൂടെ പുറത്തു വരുന്നത്. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഈ നിവേദനങ്ങളും പരാതികളും ഒക്കെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാറുണ്ട്. ആ തുടർ നടപടി സ്വീകരിക്കുമ്പോൾ നിവേദകർക്ക് നൽകുന്ന മറുപടി കത്തിൽ ബഹുമാന സൂചകമായി ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും എന്നൊക്കെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് നിർദ്ദേശം. ഇതിനോടിപ്പോൾ മറ്റു യൂണിയനുകളും മറ്റുള്ളവരും ഒക്കെ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. മലയാള ഭാഷയിൽ മാത്രമേ അപേക്ഷകൾ നൽകാവൂ എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം വന്നതിന് തൊട്ടു പിന്നാലെ, അല്ലെങ്കിൽ അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബഹുമാനം കത്തുകളിൽ വേണം എന്ന നിർബന്ധിത ഉത്തരവ് അല്ലെങ്കിൽ ആ ഒരു സർക്കുലർ ഇപ്പോൾ പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതുമാത്രമല്ല, സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദിച്ചു വാങ്ങുകയാണ് ബഹുമാനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നുള്ളതാണ് ഈ സർക്കുലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗിക യോഗങ്ങളിൽ ഇത്തരം വിശേഷണങ്ങൾ ഉപയോഗിക്കാറുണ്ട് എങ്കിൽ പോലും അപേക്ഷകളിൽ ഇത് നിർബന്ധിതമാക്കുകയാണ് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ചില കത്തിടപാടുകളിൽ അത്തരത്തിൽ സാറിന് മാത്രമൊക്കെ വെച്ചുള്ള നിവേദനങ്ങളും അപേക്ഷകളും ഒക്കെ എത്താറുണ്ട്. അത് മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി ഈ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ മാർഗനിർദ്ദേശത്തിലൂടെ, സർക്കുലറിലൂടെ പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിനോട് ഏത് തരത്തിലുള്ള പ്രതികരണം പൊതുജനങ്ങളും ഇനി സ്വീകരിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. സുരേഷ്, ബഹുമാനം ചോദിച്ചു വാങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.